അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വന്നിരിക്കുന്നത്, അതായത് നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവും? സന്തോഷമുണ്ടാവും, സങ്കടമുണ്ടാവും, മരണമുണ്ടാകും, ജനനമുണ്ടാകും, കല്യാണമുണ്ടാകും, എല്ലാം ഉണ്ടാവില്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ അതായത് ഒരു കല്യാണമുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരെ സന്തോഷത്തിന് നമ്മൾ എന്തായാലും പങ്കുചേരേണ്ടതാണ്. അത് എത്ര ദിവസം ഉണ്ട് അത്രയും ഒരു കല്യാണത്തിൻ്റെ ഒരു ആഴ്ച മുമ്പെങ്കിലും അടുത്ത വീട്ടുകാർ പോയി അവരെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും എല്ലാത്തിലും നമ്മൾ സന്തോഷത്തിൽ അവരെന്തെല്ലാം സന്തോഷത്തിൽ അതിലൊക്കെ നമ്മൾ പങ്കുചേരണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് മരിച്ചു കഴിഞ്ഞാൽ ഓരോരോ വീടുകളിൽ നിന്നും മരിച്ച ആ ശരീരത്തെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ടേക്ക് വരുന്നൊരു ഏർപ്പാടാണ് കാണുന്നത്. നമ്മൾ മരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് മരണം. ആ മരണ വീട്ടിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും നമ്മൾ ആ വീടുമായി ആ വീട്ടുകാർക്കും വേണ്ടി സമാധാനവും സന്തോഷവും ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അവരെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യണം. ഒരു മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു അടുപ്പമാണത്. അതല്ലാതെ പിന്നെ നമ്മൾ എന്തെന്നാണ് അടുപ്പം? പിന്നെ ഒരു ജനനമായാലും മരണമായാലും കല്യാണമായാലും എല്ലാത്തിനും നമ്മൾ പരസ്പരം വന്ന് പോയി എന്നൊരു പേറ്റിന് നമ്മൾ പോകരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരോട് സ്നേഹത്തിൽ പെരുമാറി ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലാണ് നമുക്ക് ഒരു സന്തോഷവും സമാധാനവും പരസ്പരം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. സ്വന്തം കാര്യം മാത്രം ഞാൻ എന്നൊരു വാക്കിൽ ഒതുങ്ങുന്ന, എൻ്റെ വീട്ടിൽ പണിയുണ്ട്, എൻ്റെ മക്കളെ നോക്കണം, എന്നെ അങ്ങനെ ചെയ്യും, അതൊരിക്കലും ചെറിയ കുട്ടികളുള്ളവർക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, എല്ലാവരും കഴിയുന്നതും നമ്മൾ അടുത്ത വീടുകളിലൊക്കെ അവരുടെ സന്തോഷത്തിനും നമ്മളെ കുടുംബങ്ങളിൽ, മെയിനായിട്ട് നമ്മളെ കുടുംബങ്ങളിൽ ഒക്കെ, നമ്മുടെ അടുത്ത വീട് എന്ന് വെച്ചാൽ നമുക്ക് വീടിനെ നമ്മളെ കുടുംബങ്ങളെക്കാളും വേഗം നമുക്കെത്തുക അടുത്ത വീടുകളിലാണ്. അവരുമായി പരസ്പരം സന്തോഷത്തോടെ ജീവിക്കണമെന്ന്, ഐക്യത്തോടെ ജീവിക്കണമെന്ന്. ഇന്നതില്ല. ഇന്ന് ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു വീട്ടിൽ അവർ, മറ്റേ വീട്ടിൽ മറ്റവർ, ഇങ്ങനെയാണുള്ള ജീവിതം. കാരണം പരസ്പര ബന്ധങ്ങൾ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലെല്ലാം പരസ്പര ബന്ധങ്ങൾ ഭയങ്കരമായിട്ടുള്ള കാലങ്ങളുണ്ടായിരുന്നു. ആ കാലം നല്ലൊരു കാലമായിരുന്നു. ഇന്ന് പരസ്പര ബന്ധങ്ങൾ കുറവാണ്. 4 മതിലുകളിൽ ഉള്ളിലാണ് ജനങ്ങളിരിക്കുന്നത്. അപ്പം ആ ജനങ്ങൾക്ക് ലോകത്തിൽ എന്താണ് നടക്കുന്നത്, ഏതാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലം ഉപ്പില്ലേ ഉപ്പ്, മുളകില്ലേ മുളക്, പുളിയില്ലേ പൊടിയിൽ, അതൊരു രസമാണ്. അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമില്ല, അതൊരു മോശമല്ല. അങ്ങനെയായിരിക്കണം ഒരു കുടുംബം പോലെ. ജാതിയില്ല, മതമില്ല, വ്യത്യാസമില്ലാതെ എല്ലാവരും ജീവിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത്. ഓക്കെ, ബൈ. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കേ.